ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ടെല്ലാം കിഴിക്കത്തിന്റെ കിഴിയിലേക്ക് പോവാം. എന്താണ് മത്സരത്തിൽ അജണ്ട എന്താണ് പറയൂ? ഇന്നൊരു സുഖം കിട്ടുന്നില്ല അളിയ. മത്സരിക്കാൻ തൊണ്ടയ്ക്കൊക്കെ ഭയങ്കര വേദനയൊക്കെയാണ്. അപ്പം ഓവറായിട്ട് കിടന്നിട്ട് അർമാദിക്കാൻ പറ്റൂല. ഫസ്റ്റ് വൺ വേദന കൊണ്ടാട്ടോ, ഇല്ലെങ്കിൽ തകർത്തേര്. ഫസ്റ്റ് വൺ GBU ഗുഡ് ബാഡ് അഗ്ലി സിനിമ 100 കോടി കളക്ഷൻ നേടിയിരിക്കുന്നു വേൾഡ് വൈഡ്. ഓക്കെ, അപ്പൊ 100 കോടി അടിച്ചിട്ടോ 4 ദിവസം കൊണ്ടല്ലേ. കൊള്ളാം. 4 days. വളരെ മോശപ്പെട്ട ഒരു സിനിമയാണ്. പക്ഷെ ചോദിച്ചു നോക്കണേ, അത് കുഴപ്പമൊന്നുമില്ല. ഉള്ളത് പറയുന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല. അതായത് ഈ മാഷപ്പ് സിനിമകളല്ല സംഭവിക്കേണ്ടത്, സിനിമയിൽ നിന്ന് മാഷപ്പ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റണം. അതാണ് അത് ഞങ്ങളുടെ ഒരു അല്ലാണ്ട് മാഷപ്പ് കൊണ്ട് സിനിമ ഉണ്ടാക്കുന്നത് എന്തെന്നാണ്? അതായത് സിനിമ തന്നെ മാഷപ്പ്. എന്ത് കോപ്പിലെ പരിപാടി. അടുത്തത് ബേബി ഗേൾ. നിവിൻ പോളി ഇന്ന് ജോയിൻ ചെയ്യും കേട്ടോ. ഓക്കെ, 24 മണിക്കൂറുകൾ പറയുന്ന കഥയാണെന്ന് കേട്ടോ കേട്ടത്. അതായത് അരുൺ വർമ്മയാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. 24 മണിക്കൂർ ഒരു ദിവസത്തിൽ സംഭവിക്കുന്ന കഥ. ഗരുഡൻ എന്ന സിനിമയ്ക്ക് ശേഷം ചെയ്യുന്ന സിനിമയാണ്. ഓക്കെ, ഇതിൽ ആദ്യം പറഞ്ഞിരുന്നത് നമ്മുടെ ചാക്കോച്ചനായിരുന്നു നായകൻ. ആൾ പിന്മാറിയതാണ്, അതിലേക്കാണ് നിവിൻ പോളി വന്നത്. അടുത്തത് ജാട്ട് 3 ദിവസം കൊണ്ട് 32.2 CR നേടിയിട്ടുണ്ട് കേട്ടോ. മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിച്ച് ഗോപിചന്ദ് മൽനേനി സംവിധാനം ചെയ്ത സിനിമയാണ്. സണ്ണി ഡിയോളാണ് നായകൻ. ഓക്കെ, വലിയൊരു ഓളല്ല, ഇതൊന്നും പോരാ ശരിക്കും. എന്ത് അമ്പേ. അടുത്തത് ഹൃദയപൂർവ്വം. സിനിമയുടെ ലൊക്കേഷൻ സ്റ്റിൽ ഒരു ബസ്സിലിരിക്കുന്നതാണ്. സത്യനന്ദിക്കാടും ലാലേട്ടനും കൂടി ബസ്സിലുള്ള ഒരു യാത്രയാണ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും കൊള്ളാം. അടുത്തത് വാർ 2. ഹൃത്തിക് റോഷനും NTR നായകന്മാരാവുന്ന സിനിമയാണ്. സിനിമയുടെ ഒരു മോഷൻ പോസ്റ്റർ വരാനുണ്ട് കേട്ടോ. ഉടനടി വരുമെന്നുള്ളതാണ് കേൾക്കുന്നത്. മെയ് 1st വീക്കോടെ ഇത് വരുമെന്നാണ് റൂമർ. ഓക്കെ, എന്താണെങ്കിലും പ്രൊമോഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ. ഇനി കോലിനോടാണ് മുട്ടേണ്ടത്. ചിന്തിച്ചു നോക്കണം. ഓഗസ്റ്റ് 14 റിലീസിനെത്തുന്ന സിനിമ. രണ്ടും അതായത് ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ക്ലാഷാണ് സംഭവിക്കാൻ പോകുന്നത്. സത്യം, അത് ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് അതാണ് സംഭവിക്കുന്നത്. കൂലി vs വാർ 2. അടുത്തത് NTR പ്രശാന്ത് നീൽ മൂവി. സിനിമയുടെ പേര് ഡ്രാഗൺ എന്ന് തന്നെ ആയിരിക്കും എന്നാണ് SS രാജമൗലി പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കൺഫേം ചെയ്തു കേട്ടോ. ആള് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് ഡ്രാഗൺ എന്നാണ് അതിന്റെ ടൈറ്റിൽ എന്നുള്ളത്. അതെന്തിനാ അങ്ങനെ ഒരു ടോക്ക് അല്ലേ? അറിയാതെ വന്നു പോയതായിരിക്കും പറഞ്ഞാണെങ്കിലും അത് SS രാജമൗലി അല്ലേ പറഞ്ഞു. പ്രശാന്ത് നീൽ ഒറ്റ മാറ്റല് സിമ്പിൾ അല്ലേ? കാര്യം സിമ്പിൾ അല്ലേ? ഇത് തിരിച്ചംഭിച്ചിട്ടുണ്ടെങ്കിൽ അതാ എന്നാ അവിടെ തകർത്തേനെ. ഓക്കെ, എന്തായാലും അടുത്തത് ഓടും കുതിര ചാടും കുതിര. അൽതാഫ് സലീം സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ആൾ തന്നെ സ്ക്രിപ്റ്റ് ഒരുക്കുന്ന സിനിമയാണ്. ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതേ ഫഹദ് ഫാസിലാണ് നായകൻ. നായിക വരുന്നത് കല്യാണി പ്രിയദർശൻ. നല്ല പോസ്റ്റർ, അടിപൊളി പോസ്റ്റർ. മൊത്തം ഒരു കുതിരമയമാണ്. കല്യാണ പരിപാടി എന്തോ ആണെന്ന് തോന്നുന്നു അല്ലേ? അതിനകത്ത് കൊണ്ടുവരുന്ന കുതിരേനെയും വെച്ചിട്ടുള്ള കളിയായിരിക്കും മിക്കവാറും. അതായത് ഓടും കുതിര ചാടും കുതിര എന്നല്ല, അതായത് കല്യാണത്തിനൊക്കെ ഈ വരനെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി കുതിരേനെയും കൊണ്ടൊക്കെ വരൂലേ. ഇനി അങ്ങനത്തെ വല്ല കണ്ടന്റും വെച്ചിട്ടാണെന്ന് അറിഞ്ഞൂടല്ലോ. ഓക്കെ, അടുത്തത് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ചില സ്റ്റിൽസ്, ലൊക്കേഷൻ സ്റ്റിൽസ് കണ്ടപ്പോൾ അത് കല്യാണത്തിന്റെ ഒരു ദിവസം നടക്കുന്ന സംഭവം തന്നെ ആയിരിക്കും ഇതും. കല്യാണത്തിന്റെ ആ ഒരു ലൊക്കേഷനിലാണ് ആ ഫോട്ടോസ്. അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കണം. എന്തായാലും നോക്കാം. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലന്റെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് മെയ് 16 കേട്ടോ. ഓക്കെ, അപ്പൊ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് നിർമ്മിക്കുന്ന സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസനാണ് നായകൻ. ഓക്കെ, അടുത്ത കിഴി തുടരും സിനിമയുടെ ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. പഴയ കോമ്പോയാ. അതെ, മലയമ്പിള്ള ലാലേട്ടൻ എത്രയോ ഹിറ്റുകൾ സമ്മാനിച്ച കോമ്പോ. 25-ന് സിനിമ റിലീസിനെത്തും. ഇനി കാത്തിരിപ്പ് അതിനാണ്. ഇവർ രണ്ടുപേരും കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന സിനിമ ഏതാണെന്നറിയോ? വെള്ളാനകളുടെ നാട്. സത്യം, അതായത് സൂപ്പർവൈസറും കോൺട്രാക്ടറും. എനിക്ക് ഇന്നെ കൂടുതലായിട്ട് കണക്ട് ചെയ്യുന്ന 2 സംഭവങ്ങളുണ്ട്. ഒന്ന് മിന്നാരം സിനിമ അല്ലേ, അതിലെ സീൻ ഉണ്ടല്ലോ, അത് എന്റെ ലൈഫില് റിയൽ ലൈഫില് ഒരു ഭയങ്കര കോമഡി ഉള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പൊ പറയാൻ പറ്റില്ല, അതിന് ഒരുപാട് സമയം വേണം. അതുകൊണ്ട് ഞാൻ അത് എപ്പോഴും ഓർക്കും. ഓക്കെ, പിന്നെ മറ്റൊന്ന്, അതായത് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു സോങ് ആണ് മിന്നാരത്തിലെ
അത് നീ വരുമ്പോൾ കണ്ടിട്ടില്ലേ, ഞാൻ എപ്പോഴും ഇവിടെ ഇടുന്നുണ്ട്. അപ്പോൾ അതിലുണ്ട് ഒരു ലോങ് ഷോട്ടിൽ ഇവരിങ്ങനെ എന്ത് ഭയങ്കര വയ്യല്ലേ, ഭയങ്കര ബുദ്ധിമുട്ട്. ഗ്രൗണ്ടിൽ ഇങ്ങനെ ഓടുന്നൊരു സീനുണ്ട്, അതായത് ക്രിക്കറ്റ് വേഷത്തില് ലാലട്ടൻ പറയുന്നത്. എനിക്ക് ആ സമയത്ത് മണിയമ്പിള്ള രാജുവിന്റെ കുറച്ച് പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് അങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ കുറെ ഉണ്ട് കേട്ടോ. പിന്നെ ടി പി ബാലഗോപാലൻ എം എ, അങ്ങനെ കുറെ സിനിമകളുണ്ട്. അവർ രണ്ടുപേരുടെ കോമ്പോ ഭയങ്കരമായിരുന്നു. ഓക്കെ, അടുത്തത് കളങ്കാവൽ. സിനിമയുടെ റിലീസ് 22-ാം തീയതി, അതായത് മെയ് 22-ന് പ്ലാൻ ചെയ്യുന്നു എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഒരു മഞ്ഞക്കിഴി ഉണ്ടല്ലോ, മഞ്ഞക്കിഴിയാണോ? ഇന്ന് വിഷു ആയതുകൊണ്ട് വന്ന് കയറിയതായിരിക്കും. ഓക്കെ, അടുത്ത കിഴി. അപ്പൊ കളങ്കാവല് മെയ് 22-ന് പ്ലാനിങ്. വരട്ടെ. മെയ്യിൽ കുറെ സിനിമകൾ വരാണ്ടുണ്ടോ? ഇപ്പൊ തന്നെ ഡിക്റ്റേറ്റീവ് വിജിലൻസ് ഇപ്പൊ പറഞ്ഞോളൂ 16-ാം തീയതി. ഓക്കെ, അടുത്ത കിഴി. ഓക്കെ, അടിപൊളി. അജിത് കുമാർ പ്രശാന്ത് നീലിന്റെ സിനിമയിൽ ഏതാണ്ട് കൺഫേം ആയതാണല്ലോ. അതുകൊണ്ട് തന്നെ റൂമേഴ്സ് വരുന്നു, അതായത് പ്രശാന്ത് നീലിന്റെ യൂണിവേഴ്സിലേക്ക് അജിത്ത് വരുന്നു എന്നുള്ള രീതിയിൽ. അല്ല, പ്രശാന്ത് നീൽ എന്നാണ് യൂണിവേഴ്സ് ഒരുക്കിയത്? ആളതിന് പറഞ്ഞു, അതായത് 1-2 ഭാഗങ്ങളായിട്ട് വരും എന്ന് പറഞ്ഞത്. ഇപ്പൊ KGF Part 3 അതെ, മേ ബി ചിലപ്പോൾ അതിലായിരിക്കും, അല്ലാണ്ട് അത് യൂണിവേഴ്സ് ആയിട്ട് പോകുന്ന സംഭവമൊന്നുമില്ല. അത് അതിന്റെ ഒരു സിനിമയുടെ 1-ാം ഭാഗം, 2-ാം ഭാഗം, 3-ാം ഭാഗം, അത്രേ ഉള്ളൂ. യൂണിവേഴ്സ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. അതിലേക്ക് അജിത്ത് വരുമ്പോ, അല്ലെങ്കിൽ അജിത്ത് ചെയ്ത വേറെ സിനിമകളുടെ കഥാപാത്രത്തിലേക്ക് വരണം. അതെ, എന്നിട്ട് അത് അങ്ങനെയൊക്കെയുള്ള രീതിയിലാണോ യൂണിവേഴ്സ്? അങ്ങനെയാണ് യൂണിവേഴ്സ് ആക്കുന്നത്. അത് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇതങ്ങനെയല്ലോ. അതായത് അജിത്ത് അതിലേക്ക് അഭിനയിക്കുന്നു എന്നുള്ളത് യൂണിവേഴ്സ് അല്ല. അജിത്ത് KGF 3-ലാണോ എന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. എന്താണെങ്കിലും പുറത്ത് പറഞ്ഞു കേൾക്കുന്ന ഇത് കേട്ടിട്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. KGF 3-ലാണ് യശും അജിത്തും കൂടെ ഒരുമിക്കും എന്നാണ് കേൾക്കുന്നത്. എന്താന്ന് അറിഞ്ഞുകൂടാ, നോക്കാം. അടുത്തത് റാം സൂര്യ മൂവി. റാം സൂര്യനെടുത്ത് ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിന്റെ എന്താണ് തീരുമാനം എന്ന് ആൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് കേൾക്കുന്നത് കേട്ടോ. റാം ആയതുകൊണ്ട് അത് നോക്കണ്ട, അതൊന്നും ഇപ്പൊന്നും വരൂല. ഇനി കിട്ടിയ ചാൻസിൽ സൂര്യനെ വെച്ചിട്ട് നല്ല സ്റ്റോറി ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് പ്രതീക്ഷയുള്ളത്. റാം ആയതുകൊണ്ട് നല്ല സാധനമായിരിക്കും. അടുത്തത് DQ ലേറ്റസ്റ്റ് പിക്കാണ് കേട്ടോ. അതായത് ആള് ശ്രീലങ്കയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിന്റെ അതായത് ആള് പുറത്തിറങ്ങിയിട്ടുള്ളൊരു 2 സ്റ്റില്ല് വന്നിട്ടുണ്ട്. അതെ, എന്തായാലും അടുത്തതായിട്ട് ആള് ചെയ്യാനിരിക്കുന്ന സിനിമ നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്തു വരുന്ന സിനിമയാണ് ഐ ആം ഗെയിം. ഓക്കെ, അടുത്ത കിഴി. പൃഥ്വിരാജ് സുകുമാരൻ നെക്സ്റ്റ് ഡയറ സിനിമയുടെ ചർച്ച നടക്കുന്നുണ്ട്. അതായത് കരീന കപൂറാണ് ഇതിൽ നായികയായിട്ട് വരുന്നത്. പിന്നെ സിനിമ സംവിധാനം ചെയ്യുന്നത് മേഘ്ന ഗുൽസാർ. ഓക്കെ, അത്യാവശ്യം നല്ല വലിയ ഫേമസ് ആയിട്ടുള്ള നല്ല സിനിമകൾ ചെയ്ത സംവിധായികയാണ് കേട്ടോ. അപ്പോൾ ഇവർ 3 പേരും ഒരുമിക്കുന്നു. ഇതിൽ വിശ്വാസംസകളൊക്കെ നേർന്നിട്ടുണ്ട് പൃഥ്വിരാജ്. അപ്പോൾ കുറേ കമൻസ്, നിന്റെ വിശ്വാസംസ കൊണ്ടുപോയി വെക്കടാ, അവിടെ കൊണ്ട് വെക്കടാ, സുഡാപ്പിന്നൊക്കെ വിളിക്കുന്നത്. എന്ത് മലയാളികളാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. അല്ല, വിഷു ഒക്കെ ഇവർക്കും എഴുതി കൊടുത്തുക. വിഷു, ഓണം, ഇപ്പൊ ഓരോ ആഘോഷം ഇവിടെ എന്തൊക്കെയുണ്ടോ അതെല്ലാം എല്ലാവർക്കും ഉള്ളത് തന്നെ. ഈ ഒരു ദൈവം ഓരോ വിഭാഗത്തിലുള്ളതാ, അല്ലെ ഒരാൾക്ക് വേണ്ടി മാത്രമാണോ ദൈവം? അങ്ങനെ ദൈവം ആ വിഭാഗത്തിന് മാത്രം ഇറക്കിയാ പോലെ ഭൂമിയിലേക്ക്. ഭയങ്കരം തന്നെ കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കുക? ശരിക്കും 100% സാക്ഷരത എന്ന് പറയുമ്പോഴേ കേരളത്തിലെ വിദ്യാഭ്യാസം കൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ള കാര്യം മനസ്സിലായത്. ഇത്രേ ഉള്ളൂ. അവർക്ക് തോന്നി ദൈവത്തെ അവരിഷ്ടപ്പെടും, ആരാധിക്കും, അത്രേ ഉള്ളൂ. അത് നിങ്ങളുടെ സ്വന്തമാണെന്നൊന്ന് എഴുതി വിടണ്ട കേട്ടോ. അത് അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഓക്കെ, അടുത്തത് ധീരം. സിനിമയുടെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ജിതിൻ സുരേഷാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. നിശാന്ത് സാഗറും പിന്നെ നമ്മുടെ ദിവ്യ പിള്ളൈ, ഇന്ദ്രജിത്ത് പോലീസ് വേഷത്തിൽ മാത്രം അങ്ങോട്ട് ഒതുങ്ങിപ്പോയതുപോലെ ഇപ്പൊ. എന്താണെങ്കിലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ വരാം. ധീരം ഉടനെ തന്നെ റിലീസ് എത്തും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. നോക്കാം. അപ്പൊ പോവല്ലേ? ഹാപ്പി വിഷു.